ഇതൊരു പ്രൊമോ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ തോന്നിയ കാര്യങ്ങൾ. അതായത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ വണ്ടികളും ഉണ്ടോ അറിയില്ല, ഹ്യുണ്ടായിന്റെ എല്ലാ വണ്ടികളും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പൊ നോട്ടീസ് ചെയ്യുന്നത് എനിക്ക് ബാക്കിൽ അത്ര ലെവലിൽ ലെഗ് റൂം കിട്ടുന്നില്ല. ആക്ച്വലി ഞാനിപ്പോ എന്റെ ഒരു തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലൂടെ വരുന്ന വണ്ടികൾക്കൊക്കെ കാണാൻ വേണ്ടി രാത്രിയൊക്കെ ആണെങ്കിലും ഈ ഒരു ലൈറ്റ് നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വണ്ടി 2022 മോഡല് വെന്യൂ എസ് ഓപ്ഷണൽ എന്ന വേരിയന്റാണ്. അതായത് ആക്ച്വലി മിഡിൽ ഓപ്ഷണൽ. ഈ മിഡിൽ ഓപ്ഷൻ നമ്മൾ എന്താ ചെയ്യാൻ കഴിച്ച കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരെ എന്നും ചിന്തിക്കുന്ന, അതായത് ഫസ്റ്റ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നും ചിന്തിക്കുന്നത് നമ്മുടെ ഈ ടൈപ്പ്, അതായത് ഫുൾ ഓപ്ഷനിലേക്ക് പോകാണ്ട് ഫുൾ ഓപ്ഷൻ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ, എന്നാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വേണം താനും എന്നവരാണ് ഈ ഒരു മിഡിൽ ഓപ്ഷനിലേക്ക് കടക്കുന്നത്. ഇതിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെറിയ ചെറിയ വർക്കുകൾ മാത്രം പുറത്തുനിന്ന് എടുത്താൽ മതി. സോ അതിന്റെ വിശേഷങ്ങൾ, അതായത് എസ് ഓപ്ഷണൽ വെന്യൂവിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കിടക്കുന്നത്. സോ വെൽക്കം ടു ദി വീഡിയോ. ഹ്യുണ്ടായിന്റെ വേൾഡ് വൈഡ് റിലീസ് 2019 ഹ്യുണ്ടായി ചെയ്തത്. അത് എന്താ ചെയ്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും എല്ലാ വണ്ടികളും ഇപ്പം ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ കോമ്പാക്ട് എസ് യു വികളുടെ ഒരു ശ്രേണി തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. 2016 മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ബ്രസ്സയ്ക്ക് ശേഷം മൊത്തം നെക്സോൺ, ഫോർഡ് എക്കോസ്പോർട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡസ്റ്റർ, ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡസ്റ്ററാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടക്കം കുറിച്ചത്. അതിനുശേഷം മൊത്തം കോമ്പാക്ട് എസ് യു വികളിലേക്ക് ആൾക്കാർ കിടക്കുകയും ഇന്ത്യക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് തന്നെ അവരത് മാനുഫാക്ചർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഹ്യുണ്ടായി 2019 ഈ കോമ്പാക്ട് എസ് യു വി ഗണത്തിലേക്ക് വരുന്നത്. കോമ്പാക്ട് എസ് യു വി ശ്രേണികളിൽ ഇപ്പോൾ ഈ നെക്സോൺ ആണെങ്കിലും ബ്രസ്സ ആണെങ്കിലും പിന്നെ ഡസ്റ്റർ ആണെങ്കിലും അവരെല്ലാവരും കരുത്ത് തെളിയിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഹ്യുണ്ടായിക്ക് നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ് ആ ഒരു ഫീൽഡിൽ വന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പം ഈ ഒരു ഇതിലൊരു എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് നമ്മൾ ഹ്യുണ്ടായി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സോ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടാണെങ്കിൽ അവർ 2019 വരെ എത്തിച്ചത് സമയം. പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇന്ത്യക്കാർക്ക് കിട്ടിയതും. സോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഭയങ്കരമാണ്. ഹ്യുണ്ടായിന്റെ എല്ലാ വണ്ടികളിലാണെങ്കിലും വളരെയധികം ഫീച്ചർ ലോഡഡ് ആയിട്ട് സംഭവങ്ങൾ കുത്തിക്കയറ്റും അവർ. അതിപ്പോൾ ഏത് ചെറിയ വണ്ടികൾ ഇയോണിൽ തന്നെയാണെങ്കിൽ തന്നെ വളരെയധികം ഫീച്ചേഴ്സ് ആഡഡ് ആയിട്ടുള്ള സംഭവമായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടി ഇറങ്ങിയപ്പോഴും ആൾക്കാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും അതിന്റെ ഫീച്ചർ ലിസ്റ്റ് തന്നെയാണ്. സോ ബാക്കിയുള്ള എല്ലാ വണ്ടികളിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോഴും ഇതിന്റെ ഫീച്ചർ ലോഡ് കുറച്ചൊരു ഫീച്ചേഴ്സ് അധികമായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്തിരുന്നു. 2019 ശേഷം ഇറങ്ങിയിട്ട് ഒരു രണ്ട് ഫേസ് ലിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പാറ്റേൺസിന് മാറ്റമുള്ളൂ. ചെറിയ കോസ്മെറ്റിക്കലായിട്ടുള്ള അതേപോലത്തെ ലൈറ്റിലും കാര്യങ്ങളിലും പിന്നെ ഗ്രില്ലിലുള്ള പാറ്റേണിലും ചെറിയ ചെറിയ സ്റ്റൈലിങ്സ്, എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ മാർക്കഡായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് ഈ ഒരു എഞ്ചിനിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ടെർബോ വന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരൊരു IMT എന്ന് പറഞ്ഞിട്ടൊരു വേർഷൻ കൂടി ഇറക്കി, അതായത് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ AMTക്കും മാനുവലിനും ഇടയിൽ നിൽക്കുന്ന ഒരു സാധനം, അതും കൂടി ഇറക്കിയിരുന്നു. ഗിയർ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ക്ലച്ച്ലെസ് ആയിട്ടുള്ള സിസ്റ്റം, അതാണ് അവർ ഉദ്ദേശിച്ചത്. അത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു. അത് ഇത് തന്നെയാണ്, വെന്യൂവിൽ തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. വെന്യൂവിന് ടോട്ടൽ 5 വേരിയൻസ് ആണുള്ളത്. എസ് ഓപ്ഷണൽ, ദെൻ SX ഓപ്ഷണൽ, ഇങ്ങനെയാണ് ഇതിന്റെ വേരിയൻസ് ഒക്കെ വരുന്നത്. അപ്പം ഈ ഒരു ലെവലിൽ നമ്മളിപ്പോൾ SX ഓപ്ഷനിലാണ് കൂടുതലായിട്ടുള്ള ഫീച്ചർ ലോഡായിട്ട് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതായത് നമുക്ക് അത് കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിലോ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ AC കൂളിംഗ് സിസ്റ്റം ഒക്കെ ഓൺ ആക്കാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് കണ്ടിട്ട് ബാക്കിയുള്ള കമ്പനികളൊക്കെ ഈ ഒരു ഫീച്ചർ പിന്നെ അത് ആഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തത് ഹ്യുണ്ടായി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ. നമ്മൾ ഹ്യുണ്ടായി വെന്യൂവിന്റെ ഫസ്റ്റ് പ്രൊഫൈൽ തന്നെ പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ ലുക്ക് ഒരു വളരെ ഡിഫറെന്റ് ആണ് ബാക്കിയുള്ള എല്ലാ വണ്ടികളിൽ നിന്നും. ഹ്യുണ്ടായിന്റെ ബാക്കി വണ്ടികളിൽ നിന്ന് ഇപ്പോൾ ക്രെറ്റ ആണെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചസ് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു DRL പാറ്റേൺ ആണ്, വലിയൊരു DRL പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിന് തന്നെ ഫുൾ കവർ ചെയ്തിട്ടാണ് ആ ഒരു DRL പാറ്റേൺ പോയിരിക്കുന്നത്. ഈ ഒരു മുകളിലെ പോർഷനിൽ നമുക്ക് റിഫ്ലക്ടർ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഇൻഡിക്കേറ്ററിന്റെ ഏരിയ വന്നിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ്. ഹെഡ് ലാമ്പ് യൂണിറ്റിൽ ഇതിൽ തന്നെയാണ് ഹൈ ബീമും ലോ ബീമും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊജക്ടറാണ്, LED ആണ് വന്നിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കോർണറിംഗ് ലാമ്പും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഈ ഒരു കോർണറിലേക്ക് തള്ളി നിൽക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് അത് മാറുന്നതുമാണ്. തൊട്ട് താഴത്തേക്ക് വേറെ ഗിമിക്സ് ഒന്നുമില്ല. ഇതൊരു ശരിക്കും ഒരു എയർ പാസേജ് തന്നെയാണ് ഉള്ളത് കേട്ടോ. ശരിക്കും വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇവിടെയാണ് ഇതിന്റെ ഔട്ട് വരുന്നത്. ഔട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ സൈഡ് വ്യൂവിൽ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു എയർ ഡാം ഇങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ ഫുൾ ക്ലോസ്ഡ് ആണ്. ഈ എയർ ഡാം ഈ ഒരു ഏരിയയിലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് ഗ്രില്ലൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത് പറയാനുള്ള ഈ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഫുള്ള് ക്രോം അടിച്ച് കയറ്റിയിട്ട് വെച്ചിട്ടുണ്ട്.
ക്രോം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും ഈ ഒരു സംഭവം. പിന്നെ ഇത് പണ്ടത്തെ ലെവലിൽ ഈ സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ക്രോമിനെ കൊണ്ടൊരു കളി തന്നെയായിരുന്നു ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഈ ഹ്യുണ്ടൈൻ്റെ സൈഡ് വ്യൂവിൽ പറയുന്നത് ഇവിടെ ഒരു ആർച്ച് വരുന്നുണ്ട്, വീൽ ആർച്ച് വരുന്നുണ്ട്. അത് ക്ലൈഡിങ് പോലെ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നമുക്ക് സ്റ്റീൽ റിമാണ് കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ SX ഓപ്ഷനിലൊക്കെ 16 ഇഞ്ചാണ് തോന്നുന്നു. ഇത് സ്റ്റീൽ റിമും വിത്ത് വീൽ കപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എയർ ഡാമർ വന്നേക്കുന്നത് ഇവിടെയാണ് അതിൻ്റെ ഔട്ട്ലെറ്റ് വന്നിരിക്കുന്നത്. സോ ഒരു എയറോഡൈനാമികത വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ചെറിയ ഏരിയയും അവരത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ കട്ടും ക്രീസൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എയറോഡൈനാമിക്കലി അവർ ഫ്ലൂയിഡിക് ഡിസൈൻ, അവരുടെ ഒരു ഹ്യുണ്ടൈൻ്റെ തന്നെ ഒരു പരിപാടിയുണ്ട് ഫ്ലൂയിഡിക് ഡിസൈനിൽ. നമ്മുടെ പണ്ട് വേറെ ഇറങ്ങിയപ്പോഴൊക്കെ നമ്മളത് കണ്ടിരുന്നു. ആ ഒരു പാറ്റേൺ ഇതിലും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ബോക്സി ഡിസൈൻ ആകുമ്പോൾ ഒരു SUVക്ക് ആ ഒരു ക്യാരക്ടർ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം. എന്നിരുന്നാലും ചെറിയ ചെറിയ കട്ടും ക്രീസൊക്കെ ആയിട്ട് എയറോഡൈനാമികത വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് നമ്മുടെ ORVM ബോഡി കളറാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളേർഡ് ആണ്. ഈ ഒരു ക്ലാഡിങ് SUVകൾക്ക് എല്ലാവർക്കും വരുന്നത് പോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സൈഡ് വരുന്ന ഒരച്ചിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് പോയിക്കോളും. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഏകദേശം 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സോ നമ്മുടെ കണ്ടീഷൻസിലൊക്കെ യോജിച്ചതാണ്. അത്യാവശ്യം ലെവലിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സോ അത് വലിയ കുഴപ്പമില്ല. പിന്നെ സൈഡ് പാറ്റേണിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ പെട്രോൾ ലിഡ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് 45 liters ഓഫ് കപ്പാസിറ്റി ഉണ്ട്. വെന്യൂവിൻ്റെ ബാക്ക് നമുക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ഹ്യുണ്ടൈ വണ്ടികൾ കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് ബാക്ക് ലൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് പോയിട്ട് അവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. സോ അതൊരു എന്താ പറയുക, ഒരു ഹാമർ ലൈക്ക് പാറ്റേൺ പോലെ വേണമെങ്കിൽ പറയാം. ചെറിയൊരു ഹാമർ ലൈക്ക് പാറ്റേൺ പോലെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മുടെ ബാക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഇതൊക്കെ ഫംഗ്ഷനിങ് ആണ്. ബ്രേക്ക് ചവിട്ടുമ്പോൾ കാണിച്ചു തരാം. ദെൻ ഇവിടെ വെന്യൂവിൻ്റെ ഒരു വലിയൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. വേറെ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സെൻസേഴ്സ് ഒക്കെയാണ്. 2 സെൻസേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ക്യാമറയും വന്നിരിക്കുന്നത്. ക്യാമറ അത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഈ ഓപ്ഷനിൽ കൊടുക്കുന്നതാണ്. ബൂട്ട് സ്പേസ് അത്യാവശ്യ ലെവലിൽ ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. 350 liters ഓഫ് ബൂട്ട് സ്പേസ് നമുക്ക് തരുന്നുണ്ട് വണ്ടി. പിന്നെ സ്പെയർ ടയർ, ഇതിൻ്റെ അടിയിൽ തന്നെ സ്പെയർ ടയറും കൊടുത്തിട്ടുണ്ട്. അത് 15 ഇഞ്ച് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ പാർസൽ ട്രേ ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഓപ്ഷനിൽ. ഇവിടെയാണ് ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വണ്ടി സപ്പോസ് നമ്മളിപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലൂടെ വരുന്ന വണ്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെ ആണെങ്കിലും ഈ ഒരു ലൈറ്റ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. വിൻഷീൽഡ് അത്ര സ്ലോപ്പിംഗ് അല്ല, കുറച്ചൊരു ഏരിയയിൽ മാത്രം സ്ലോപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. 60 degrees ഉണ്ട്. അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. ഇതിന് സാധാ വൈപ്പറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷർ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ചിരിക്കുന്നത്. പുറത്തേക്കുള്ള പ്രൊജക്ടർ ടൈപ്പ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഇത് ഗ്രാബ് ഹാൻഡിൽ, ഇത് ആക്ച്വലി ഫങ്ഷണൽ അല്ല എന്നാണ് ഹ്യുണ്ടൈ പറയുന്നത്. ജസ്റ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നതായിരിക്കാം. പിന്നെ ഷാർപ്പിൻ ആൻറ്റിനെയാണ് മുകളിൽ ഉള്ളത്. വെന്യൂവിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നമുക്ക് നോക്കാം. ഡോറിൽ തന്നെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ. എല്ലാ വണ്ടികളും കാണുന്ന പോലെ തന്നെ ഇവിടെ തന്നെയാണ് വിൻഡോസിൻ്റെ കൺട്രോൾസ് ഒക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മറ്റേ അധികം വണ്ടികൾ കാണാത്ത ടൈപ്പിലുള്ള ഒരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ട്വീറ്റർ വരുന്നുണ്ട്. ഒരു സ്പീക്കർ സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള, ഏകദേശം ഒരു 1 liter ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ മിററിൻ്റെ ORVMൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇനി ഉള്ളിൽ കയറി നോക്കാം. ഉള്ളിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് ട്രാക്ഷൻ്റെ ഓഫും ഓണും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിനെ പറ്റി പറയുമ്പോൾ 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടെലിഫോണിൻ്റെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ ട്രിപ്പ് മീറ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ, അതായത് ഡിസ്പ്ലേൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. AC വെന്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൽ ഫ്ലോ വരുന്നതും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഏരിയയിൽ പറയാനായിട്ട് പിന്നെ ഉള്ളത് മിഡിൽ റോയിൽ നമ്മുടെ ഗിയറിൽ അവിടെ ലെതർ റാപ്പിഡ് പോലത്തെ, ലെതർ അല്ല ഇത് ആക്ച്വലി. പിന്നെ ഈ ഒരു ഏരിയയിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ, 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഒരു ഏരിയ ഹാൻഡ് ബ്രേക്ക് വന്നു. ഇവിടെയാണ് ഒരു ആംബ്രസ്റ്റ് ഉള്ളത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ മാനുവൽ AC ആണ് വന്നിരിക്കുന്നത്. അത് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഒരു നീല ലൈറ്റിംഗ് ആണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ USB ചാർജർ ഉണ്ട്. 12 വോൾട്ടിന്റെ ചാർജർ ഇത് ഇവിടെയാണുള്ളത്. ഇത് ടൈപ്പ് സിൻ്റെതാണ് ഉള്ളത്. ദെൻ ഇവിടെയാണ് ഒരു 8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്.
അതിൽ ബേസിക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. വലിയ ഗെയിമിങ്സും കാര്യങ്ങളൊന്നുമില്ല. അത് ഇപ്പോഴത്തെ വണ്ടികളിൽ വരുന്നത് പോലെ ഇങ്ങനെ ഡ്രൈവർ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന പോലെയൊന്നും കാണുന്നില്ല. എന്നാലും തിരക്കേടില്ല. ഇവിടെയൊക്കെ തൊട്ടപ്പുറത്താണ് AC വെന്റ്സ്. പിന്നെ ഇതിന്റെ കൺട്രോൾസ് മാനുവലായിട്ട് ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഏരിയാസും നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് നെക്സോണിലൊക്കെ കണ്ടിരിക്കുന്നത്, ഇപ്പൊ നെക്സോണിൽ വരുന്നില്ല, ആ ഒരു ടൈപ്പ് സംഭവങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ വാഷർ പരിപാടികൾ, അതേപോലെ തന്നെ വൈപ്പറിന്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇതിന്റെ ഹെഡ് ലാമ്പിന്റെ കൺട്രോൾസ് ഒക്കെ വന്നിരിക്കുന്നത്. ഇത് പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓട്ടോ ഹെഡ് ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് അതിൽ വെക്കാനുള്ളത്. ഈ ഒരു ഡിസ്പ്ലേയിൽ ചെറിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് സാധാരണ എല്ലാ കാണുന്ന പോലെ ഡ്രൈവർ ഇൻഫോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ട്രിപ്പ് മീറ്റർ, അതേപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടി എന്ന രീതിയിലൊക്കെയുള്ള സാധനങ്ങളും കാണാറുണ്ട്. സ്റ്റിയറിങ്ങിന് ടിൽറ്റിംഗ് ഉണ്ട്, ടെലിസ്കോപ്പിക് ഇല്ല, ടിൽറ്റിംഗ് മാത്രമേ ഉള്ളൂ. ദെൻ IRVM സാധാ ടൈപ്പ് തന്നെയാണ്, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു ഓട്ടോമാറ്റിക് ഒന്നും കൊടുത്തിട്ടില്ല. ഈ കോ ഡ്രൈവർ സൈഡിൽ ചെറിയ അതിന്റെ മുന്നിൽ തന്നെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ്, ചെറിയൊരു ഏരിയ, അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് ബോട്ടിൽസ് ഒക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്. വേറെ വലിയ മാറ്റങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഇവിടെ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഡ്രൈവർ സൈഡിലില്ല, ഇവിടെ തന്നെയാണ് മൈക്ക് വന്നിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഹൈറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് ഫ്രണ്ടിലോട്ട് കാണുന്നുണ്ട് താനും. സേഫ്റ്റിനെ പറ്റി പറയുമ്പോൾ ഹ്യുണ്ടായി ഇപ്പം 6 എയർ ബാഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇറങ്ങിയ ഈ ഒരു ഓപ്ഷനിൽ 6 എയർ ബാഗ് ഒന്നുമില്ല. ഇതിന് 2 എയർ ബാഗേ ഉള്ളൂ. അത് കോ ഡ്രൈവറിനും ഉണ്ട്, ഡ്രൈവറിനും ഉണ്ട്. കർട്ടൻ ഒന്നുമില്ല. വെന്യൂവിന് ബാക്കിലൊന്ന് കയറി നോക്കാം. ഡോറ് അത്യാവശ്യം വൈഡ്, എന്നാലും 90 ഡിഗ്രീസ് ഒന്നും വരുന്നില്ല. ഡോറിൽ തന്നെ ഇവിടെ തന്നെ കൺട്രോൾസ്, വിൻഡോസിന് കൺട്രോൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. ദെൻ നമുക്കൊരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള, ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട്. പിന്നെ സ്പീക്കർ അവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് ബാക്കിൽ അത്ര ലെവലിൽ ലെഗ് റൂം കിട്ടുന്നില്ല. ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ലെഗ് റൂം കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മിക്കവാറും എല്ലാ വണ്ടികളിലും അങ്ങനെ തന്നെ ആയിരിക്കാം, കോമ്പാക്ട് SUV-കളിൽ. പക്ഷെ എന്നാലും കുറച്ച് കുറവുണ്ട്. തൈ സപ്പോർട്ട് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഒരു ബൾജിങ് കൂടി ഉണ്ടെങ്കിൽ തൈ സപ്പോർട്ട് കുറച്ചൊരു ബെറ്റർ ആയിരുന്നു. പിന്നെ ബാക്കിലുള്ള പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ AC ഇവന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. AC ഇവന്റ് ഉണ്ട്, അതിന്റെ ബ്ലോറും കൺട്രോളൊക്കെ ഇവിടെ തന്നെയാണ്. അതിന്റെ തൊട്ട് താഴെ തന്നെ 2 Type C ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ റീഡിംഗ് ലാമ്പ് തൊട്ട് മുകളിൽ തന്നെയാണുള്ളത്. പിന്നെ ഹെഡ് റൂമിനെ പറ്റി പറയുമ്പോൾ അഡിക്കേറ്റ് ഹെഡ് റൂമാണ്. ഈ ഒരു എൻ്റെ പോലത്തെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ചൊരു കൊള്ളാം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് എല്ലായിടത്തും. നമ്മൾ എടുത്ത വണ്ടികളെല്ലാം ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമാകാത്ത കാര്യമാണ്. ഈ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപ്ലാഷ് ഇഞ്ചുറീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ 3 പേർക്ക് ഇരിക്കാന്ന് ഞാൻ പറയുന്നില്ല, 2 പേർക്ക് എന്തായാലും കംഫർട്ടബിൾ ആയിരിക്കും. ഒരു ചെറിയൊരാളാണെങ്കിൽ 3 അത് കുറച്ച് കുഴപ്പമില്ല. പിന്നെ ഐസോഫിക്സിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്, അതിന്റെ ഫിക്സിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ക്യാമറ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിവേഴ്സ് ഇട്ടിട്ടുണ്ട്, അതിന് അത്യാവശ്യം അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇത് ചേഞ്ച് ചെയ്ത ശേഷവും ഇത് മാറുന്നില്ല എന്നുള്ളൊരു പോരായ്മ കാണുന്നുണ്ട്. ഇതിനിപ്പോൾ ഈ ഒരു മോഡലിന് മാത്രമാണ്. ഫ്രണ്ടിലേക്ക് എടുത്ത് നോക്കാം. ഇല്ല, അത് മാറുന്നില്ല. ഇതിപ്പം എല്ലാ വണ്ടികളും ഉണ്ടോ അറിയില്ല. ഹ്യുണ്ടായിന്റെ എല്ലാ വണ്ടികളും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പൊ നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ ബാക്കോട്ട് പോയി. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊമോ വീഡിയോ ഒന്നും അല്ല. നമ്മുടെ തോന്നിയ കാര്യങ്ങൾ, അതായത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ ഒരു സാധാരണക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അത് കംഫർട്ട്, മൈലേജ് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വിടുന്നതാണ്. അപ്പം ഏത് വണ്ടിയാണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും അതിന് കുറേ ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫാൻസ് വന്നിട്ട് ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുന്നുണ്ട്, സത്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത്, ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെയാണ്. നമ്മൾക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു വോയിസ് വേണം, ഇത് വെച്ചാൽ നമ്മുടെ അഭിപ്രായം വേണം. എന്നിരുന്നാലും നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം കമന്റ്സ് അങ്ങനെ വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കുറേയൊക്കെ ഹേറ്റ് സ്പീച്ചുകൾ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു മുന്നോട്ടുള്ള ഒരു പോക്കിനെ അതിൽ ബാധിക്കുന്നുള്ളതുകൊണ്ട്. സോ ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. സോ നമ്മുടെ ഹ്യുണ്ടായി വെന്യൂവിൻ്റെ യൂസർ എക്സ്പീരിയൻസിലേക്കാണ് ഈ അടുത്ത് കിടക്കാനുള്ളത്.
ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ യൂസറിനോട് തന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കാം. അപ്പോൾ നമ്മുടെ യൂസറിനെ നമ്മൾ വെൽക്കം ചെയ്യാം. ചേച്ചി പ്ലീസ് വെൽക്കം. ഇതാണ് നമ്മുടെ ചേച്ചി. ഇനി ചേച്ചി തന്നെ സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പേര് അശ്വതി. ഞാൻ വർക്ക് ചെയ്യാണ്, ലാബ് ടെക്നീഷ്യൻ ആണ്. ഇവിടെ അടുത്ത് തന്നെ ഹെൽത്ത് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് സന്ദീപ് ആർമിയിലാണ്. ഡിഫൻസ്. അതെ ഡിഫൻസ്. അതുകൊണ്ടാണ്. 2 മക്കളുണ്ട്. ഓക്കെ ചേച്ചി, അപ്പൊ വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പൊ 2 വർഷമായി. 2022 എടുത്തത്. 2 വർഷമായി. എത്ര കിലോമീറ്റർ ആയി ടോട്ടൽ? ഇപ്പൊ 12,000 കിലോമീറ്റർ ആയി. 12,000. അപ്പം ചേട്ടൻ ഇപ്പൊ ലീവിന് വരുമ്പോ മാത്രമാണോ ഓടുന്നത്? അതാ ഞാൻ എടുക്കുന്നുണ്ട്. ചേച്ചി എടുക്കുന്നുണ്ടല്ലോ. അധികം ലോങ് പോകാറില്ല, എന്നാലും അത്യാവശ്യം ഓട്ടമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡ് വരുമ്പോഴാണ് ബാക്കിയുള്ള ലോങ്ങും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് വരുമ്പോഴേ ഉള്ളൂ. അപ്പൊ ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഹ്യുണ്ടായി വെന്യൂ എടുക്കാനുള്ള കാരണം? ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് കുറെ ഉണ്ടല്ലോ, ബ്രസ് ആണെങ്കിലും നെക്സോൺ ആണെങ്കിലും ഡസ്റ്റർ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്? നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ബ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത്. ഹസ്ബൻഡ് പോയി കുറെ ഷോറൂമിലൊക്കെ പോയി നോക്കി. പക്ഷെ നമുക്ക് ഹ്യുണ്ടായി തന്നെയായിരുന്നു എടുക്കാൻ താല്പര്യം. പിന്നെ വണ്ടി ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഹൈറ്റ്, ഹസ്ബൻഡ് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇതായി തോന്നിയത് വെന്യൂ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് ഫ്രണ്ട്സും എല്ലാവരും ഉപയോഗിക്കുന്നതും ഹ്യുണ്ടായിന്റെ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ താല്പര്യം തോന്നിയത് ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഹ്യുണ്ടായിന്റെ വെന്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് സോണറ്റ് ഉണ്ടായിരുന്നു, കിയയുടെ സോണറ്റ്. അപ്പോൾ സോണറ്റ് നോക്കിയിരുന്നു. ഞങ്ങൾ നോക്കിയിരുന്നു സോണറ്റ്. അപ്പോൾ അതിന്റെ സർവീസ് നമുക്ക് ഇവിടെ ഇല്ല, വയനാട്ടിലില്ല, കോഴിക്കോടാണെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് ഇവിടെ ആളില്ലാത്തതും കൂടെ ഒക്കെ വരുമ്പോൾ വയനാട്ടിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ നമ്മളത് ഒഴിവാക്കുക ചെയ്തത്. നെക്സോൺ നോക്കിയിരുന്നു. നെക്സോണിനെ പറ്റി എന്തായിരുന്നു? നെക്സോണിന്റെ സർവീസ് അത്ര പോരാന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ വണ്ടിയും. സർവീസിന്റെ പ്രശ്നം ഇങ്ങനെ എല്ലാവരും പറഞ്ഞത് കൊണ്ട് പിന്നെ നമ്മൾ അത് ഒഴിവാക്കുക ചെയ്തത്. അത് ഫാക്ട് തന്നെയാണ്. ഞാനും നെക്സോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ബ്രസ് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നില്ല. ബ്രസ് എനിക്ക് എന്ത് ബ്രസ് നമ്മൾ നോക്കി. പക്ഷെ അതിന്റെ ബാക്കിൽ സ്പേസ് കുറച്ച് കുറവാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഒരു 3 ആളോ ഇരിക്കേണ്ടി വന്നാല് നമുക്ക് അതിനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നിയത്. പക്ഷെ ഒഴിവാക്കി. പിന്നെ നമ്മള് ബ്രസ് വെച്ച് കമ്പയർ ചെയ്തപ്പോ നമുക്ക് സ്റ്റൈലിംഗ് ഇഷ്ടപ്പെട്ടത് വെന്യൂന്റെ ആണ്. കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് ഇന്ത്യ. അപ്പൊ പിന്നെ നമ്മള് ഫിക്സ് ചെയ്തു, അങ്ങനെ ഇത് മതി എന്നുള്ളത് ഫിക്സ് ചെയ്തു. ചേച്ചി ഏകദേശം മൈലേജ് ഒക്കെ എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് നമ്മൾ ഓടിക്കലുണ്ടെങ്കിൽ അത്ര കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. എന്നാലും ഒരു 14 വരെയൊക്കെ നമ്മളെ ഷോർട്ട് അധികം ഡിസ്റ്റൻസിലല്ലാതെ പോകുമ്പോൾ നമുക്ക് കിട്ടലുണ്ട്. പിന്നെ ലോങ് പോകുമ്പോൾ ഒരു 18-19 വരെയൊക്കെ കിട്ടലുണ്ട്. ഇപ്പൊ കംഫർട്ട് ലെവൽ എങ്ങനെയാണ്? ഇപ്പം ചേച്ചി ഇപ്പം മുമ്പിലാണേലും പുറകിലാണേലും ഇരുന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കംഫർട്ട് ലെവലിനെ പറ്റി ഒന്ന് പറയാമോ? കംഫർട്ട് നമുക്ക് എന്താ പറയാ, യൂസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായി തോന്നിയ വണ്ടി ഇത് തന്നെയായിരുന്നു. എന്താ പറയുക, സ്പേസ് ആണെങ്കിലും ബാക്കിലും ഫ്രണ്ടിലും എവിടെ ഇരിക്കുകയാണെങ്കിലും നമുക്കൊരു ക്ഷീണോ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അതായത് ദൂരെ യാത്രയൊക്കെ കഴിയുമ്പോൾ നമുക്ക് സാധാരണ കുറച്ചൊരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ അച്ഛനും അമ്മയും ഹസ്ബൻഡ്, ഞാൻ, എൻ്റെ 2 മക്കള്, ഞങ്ങൾ ഇത്രയും പേര് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടോ വലിയ കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എത്ര ദൂരം വരെ പോയിട്ടുണ്ട്? 200 കിലോമീറ്റർ വരെയൊക്കെ പോയിട്ടുണ്ട്. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ചേച്ചി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ സർവീസിനെ പറ്റിയാണ്. സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു ഹ്യുണ്ടായിന്റെ? സർവീസ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അവർ തന്നെ വന്ന് വണ്ടി കൊണ്ടുപോയി സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തന്നെ കൊണ്ടുതരും. പിന്നെ നമ്മൾ മുട്ടിലിനാണ് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ക്ലാസിക് ഹ്യുണ്ടായിന്റെ സർവീസാണ് ചെയ്യുന്നത്. അവർ സർവീസ് അവരെ സ്റ്റാഫ് ആണെങ്കിലും സർവീസ് കാര്യങ്ങളെല്ലാം ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് അവർ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ പൈസ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് എത്ര ചെലവ് വരുന്നുണ്ട്, അതൊക്കെ അഫോർഡബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതെ അഫോർഡബിൾ ആണ്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അവർ പറയുന്നത് കൂടുതലായിട്ട് അങ്ങനെയൊന്നും വരാറില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു വാല്യൂ ഫോർ മണി ആണോ ശരിക്കും? അതെ, നമുക്ക് എന്തായാലും വാല്യൂ ആയിട്ടുണ്ട്. ഈ വണ്ടി എടുത്തതിൽ നമുക്കൊരു നഷ്ടം ഇതുവരെ തോന്നിയിട്ടില്ല. 11.5 ലക്ഷത്തിനാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പം നമ്മളെ കൺവീനിയൻസ് ആയിട്ടാണ് ഇപ്പം വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിക്ക് ഉണ്ട്. പിന്നെ നമുക്ക് കൺവീനിയൻസ് ആണിത് വണ്ടി എന്തായാലും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പൊ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണെല്ലോ ഫാമിലി ആണെല്ലോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായും ചെയ്യും. നമ്മളിപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയാണ്. നമ്മൾ എന്തായാലും സജസ്റ്റ് ചെയ്യും എല്ലാവർക്കും. എടുത്താൽ എന്തായാലും ആർക്കും മോശം പറയേണ്ടി വരില്ല എന്തായാലും.
ഓക്കെ. സർവീസിന്റെ കാര്യമൊക്കെ ആണെങ്കിലൊക്കെ നന്നായി പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വൈകിയ വേളയിലാണേലും ചേച്ചി ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇത് 12,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ചേച്ചി എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ മാറ്റേഴ്സും, ഒരു കംഫർട്ട് ആണെങ്കിലോ മൈലേജിന്റെ കാര്യങ്ങളാണേലോ അല്ലെങ്കിൽ ഫാമിലി എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളാണേലോ എല്ലാ കാര്യങ്ങളും ചേച്ചി പറഞ്ഞു തന്നു. സോ വളരെയധികം നന്ദിയുണ്ട്. ഇനി നല്ലൊരു ഹാപ്പി മോട്ടറിങ് ഞാൻ നേരുന്നു. താങ്ക് യു.